അങ്ങനെ വീണ്ടും ഹൂത്തികളുടെ ആക്രമണത്തിൽ നട്ടം തിരിയുകയാണ് ഇസ്രയേൽ. മാത്രമല്ല, ഹിസ്ബുള്ളയുടെ മോൺസ്റ്റർ ഫയർ പവർ ഞെട്ടിച്ചിട്ടുമുണ്ട്. ടെൽ അവീവിന്റെ എയർപോർട്ട് ആക്രമണത്തിന് ശേഷം നേരെ നാലാമത്തെ രാത്രിയിൽ ഹൂത്തികൾ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടു. നിലവിൽ അന്തർദേശീയ തലത്തിൽ യുദ്ധങ്ങളുടെ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. സ്വയം രക്ഷിക്കാൻ ജീവനും വേണ്ടി രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് വൻ തിരിച്ചടിയാണ് സംഭവിക്കുന്നത്. ഡിസംബർ 27-28 തീയതികളിൽ ഹൂത്തികളുടെ തുടർച്ചയായ നാലാമത്തെ രാത്രി ആക്രമണത്തിന് ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഹൂത്തികൾ ഒറ്റ രാത്രി കൊണ്ട് മിസൈൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ഇസ്രയേലികളാണ് ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടിക്കയറിയത്. അവിടെ വലിയൊരു ഭീതിയും ഉണ്ടായി. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുമുണ്ട്. 10 ദിവസമായി എല്ലാ രാത്രിയിലും അഭയം തേടി ഇസ്രയേലികൾ ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മധ്യ ഇസ്രയേൽ നഗരമായിട്ടുള്ള ജാഫ ലക്ഷ്യമാക്കി വീണ്ടും ഹൂത്തി മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ വീണ്ടും പരിഭ്രാന്തരായിട്ട് ജനങ്ങൾ അവിടെയും ഓടി ഒളിച്ചു. മിസൈൽ ആക്രമണത്തിൽ അഭയം തേടി ഓടുന്നതിനിടെ 9 ഇസ്രയേലി സ്വദേശികൾക്ക് പരിക്കേറ്റതായിട്ടും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെ ഫലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് അധിനിവേശ ടെൽ അവീവിലെ യാഫ പ്രദേശത്ത് ഇസ്രയേൽ സൈനിക ലക്ഷ്യത്തെ വിജയകരമായി ആക്രമിച്ചതായിട്ടാണ് ഹൂത്തി മിലിഷ്യ വക്താവ് യഹിയ സാരിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ ഇതെല്ലാം നടക്കുമ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ബുധനാഴ്ച പുലർച്ചെ ഇസ്രയേൽ വ്യോമ പ്രതിരോധം തടഞ്ഞതായിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന അതായത് IDF അവകാശപ്പെടുകയും ചെയ്തു. മിസൈൽ വരുന്നതറിഞ്ഞ് ടെൽ അവീവിൽ മുന്നറിയിപ്പ് സൈറൻ നൽകിയിരുന്നു. തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഷെൽട്ടറുകളിലേക്ക് തന്റെ ജീവനും പിടിച്ച് ഓടി മാറി. അഭയത്തിനായി പരിഭ്രാന്തരായി ഓടുന്നതിനിടെയാണ് 9 പേർക്ക് പരിക്കേറ്റത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ഭാഗങ്ങൾ നഗരത്തിലെ പല ഫ്ളാറ്റുകളിലും പതിച്ചിരുന്നു. തുടർച്ചയായ രണ്ടാമത്തെയും ഒരാഴ്ചയ്ക്കുള്ളിൽ നാലാമത്തെയും ഹൂത്തി ആക്രമണമാണ് നടന്നത് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചൊവ്വാഴ്ച ഹൂത്തികൾ വിക്ഷേപിച്ച മിസൈൽ വെടിവെച്ചിട്ടിരുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഹൂത്തികൾ ഇസ്രയേലിന് നേരെ 5 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും വിക്ഷേപിച്ചതായിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു.